From Touch of Tattoo School and Studio. And I'm Devika. ഓക്കെ, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം എന്ന് ചോദിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ PS ജ്വല്ലറിയുടെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PS കുറിച്ചിട്ടുള്ള നമ്മളിപ്പോൾ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം പുതിയ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എവിടെ തമ്മിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം കളക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് സ്റ്റീലിലും വരുന്ന കളക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് ലിങ്ക് കാണിച്ചു തരാം. ഇത് ടൈറ്റാനിയം മെറ്റൽസ് ആണ്. ഇതിൻ്റെ ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. മോസ്റ്റ്ലി നമുക്കൊരു ജ്വല്ലറി പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നോർമൽ ഫാൻസി ഷോപ്പിൽ ഇപ്പം മറ്റേ ഹെലിക്സിന് നമുക്ക് കിട്ടുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ഷേപ്പ് ഓഫ് ആണ്, ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ്. അപ്പം നമുക്ക് കുറച്ചധികം വന്നിട്ടുണ്ട്. ദേവിക ഇതാ അതിൻ്റെ സിൽവറാണ് വന്നിരിക്കുന്നത്. രണ്ടും ടൈറ്റാനിയത്തിനാണ് വരുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പിയേഴ്സിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹീലിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ടൈം വരും. ഡിപ്പെൻഡിങ് ഹെലിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 4 to 6 വീക്സ് ഒക്കെയാണ് ചിലപ്പോൾ മോസ്റ്റ്ലി വരാറുള്ളത് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റൽസ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന മെറ്റലിനെക്കാട്ടും ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ ഒരു മെറ്റൽസ് എന്ന് പറഞ്ഞാൽ. പൊന്നെടുക്കുന്ന പൂച്ച. ഒരു കാര്യം പറയാം, നമുക്ക് ഇതിപ്പോൾ SGS സർട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ജ്വല്ലറി എല്ലാം ഉള്ളത്. നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ്. നമ്മുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിനും ഓരോ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, ദെൻ നമ്മൾ പിയേഴ്സിങ് എന്തൊക്കെ ടൈപ്പ് പിയേഴ്സിങ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈ നോസിൽ ചെയ്യും, അതുപോലെ തന്നെ പിന്നെ സെപ്റ്റം ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ മെഡോസ ടൈപ്പ് ചെയ്യും, ബ്രിഡ്ജ് ചെയ്യും, സോ ടാങ്ക് ചെയ്യും. സോ ഇത് നമ്മുടെ ഇയറിൻ്റെ പോർഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ പിയേഴ്സിങ് ചെയ്യും. അപ്പം നമ്മുടെ പിയേഴ്സിങ് ആർട്ടിസ്റ്റാണ്. ഇവിടെ നമ്മുടെ ഹൈജീൻ പ്രോസസ്സിലാണ് കാര്യങ്ങളെല്ലാം. ഡെയിലി തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പിയേഴ്സിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് നിഖിൽ, പിയേഴ്സിങ്ങിനെ കുറിച്ചിട്ട് നിനക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് നിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിഖിൽ നിന്റെ പിയേഴ്സിങ് ഗുരു ആരാടാ? എൻ്റെ ഗുരു സോന. സോനയുടെ ഗുരു ആരാണെന്ന് അറിയാമോ? സോനയുടെ ഗുരു ഞാനോ? കാര്യം സഞ്ജയ് എന്ന് പറയുന്ന നമുക്കൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സഞ്ജയ്. അപ്പോൾ സഞ്ജയ് ആയിരുന്നു ഇവിടുത്തെ പിയേഴ്സിങ് ആർട്ടിസ്റ്റ് ആദ്യം. അപ്പം സഞ്ജയ്ക്ക് പിന്നെ വേറെ ജോബൊക്കെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അടുത്ത പിയേഴ്സിങ്ങിൻ്റെ ഇൻചാർജ് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്ന്. അങ്ങനെ ഞാനാണ് പിയേഴ്സിങ് അടുത്ത് സെക്കൻഡ് പിയേഴ്സിങ് ടച്ച് ഓഫിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു 200 മോർ പിയേഴ്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു സോന. പിന്നെ ഞാൻ സോനയെ പഠിപ്പിച്ച് സോനയെ പിയേഴ്സിങ് ആർട്ടിസ്റ്റ് ആക്കി. എനിക്ക് തോന്നുന്നു സോന അത് കഴിഞ്ഞിട്ട് മാരേജ് ആയിപ്പോയി. പിന്നെ ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് എത്ര പിയേഴ്സിങ് ആർട്ടിസ്റ്റ് ഉണ്ട്? നെക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. നമുക്ക് അതെ ഉറപ്പായിട്ട് 5ഓളം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അതുപോലെ 6ാമതൊരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേവിക. കൂടുതൽ ആളുകളും നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ഇത് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പം ഒരുപാട് കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാം ഇയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവിടെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാതെ പിയേഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് വരാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിൻ്റെയാണ് ഇത്, ഹെലിക്സിൻ്റെയാണ്, അപ്പർ ഹെലിക്സിൻ്റെയാണ് ഈ ഒരു ജ്വല്ലറീസ് എന്ന് പറയും. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ എൻക്വയറി വരാറുള്ളത് അപ്പർ ഹെലിക്സിൻ്റെ ഒരു പിയേഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെപ്റ്റം പിയേഴ്സിങ്, നേവൽ പിയേഴ്സിങ്. സോ ആളുകൾ കുറേയും കൂടെ എന്താ പറയുക അപ്ഗ്രേഡ് ആയപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ കൂടുതൽ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലും സജഷൻ വരുന്നത് നമുക്ക് പിയേഴ്സിങ്ങിനാണ്. അപ്പം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജ്വല്ലറീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ശരി, പിയേഴ്സിങ് ചെയ്യാനാണെങ്കിലും ശരി, ഞങ്ങൾ ടച്ച് ഓഫിങ്ങിലേക്ക് സ്നേഹത്തോട് സ്വാഗതം ചെയ്യാണ്. പിയേഴ്സിങ്ങിനായിട്ട് ഇനി ടാറ്റു ഉണ്ട്. അതെ, എന്തൊക്കെ ടൈപ്പാണ് വരാറുള്ളത്? ഒരുപാട് ചെയ്യുന്നത്. അപ്പൊ നിനക്ക് പറയാമല്ലോ, ദേവികയുടെ ചോദിച്ചപ്പോൾ ദേവിക ഭയങ്കര ചിരിയായിരുന്നു. എന്താ ദേവിക പെട്ടെന്ന് പിയേഴ്സിംഗ് എന്ന് പറഞ്ഞു? നീ എത്ര പിയേഴ്സിംഗ് ചെയ്തു ഇവിടെ വന്നിട്ട്? 3 പിയേഴ്സിംഗ് പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് ചെയ്ത് അല്ലേ? 3 മാസം കൊണ്ട് 3 പിയേഴ്സിംഗ് അല്ലേ? അതെ, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിയേഴ്സിംഗ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിനക്ക്? കാര്യം ഈ പിയേഴ്സിങ്ങിന്റെ പെയിൻ റേറ്റിംഗ് എങ്ങനെയാടാ? പെയിനൊക്കെ അങ്ങനെയൊന്നുമില്ല, വലിയ പെയിൻ ഒന്നുമില്ല. നമ്മൾ അത് മൈക്രോ സെക്കൻഡ്സിലാണ് ചെയ്യുന്നത് അല്ലേ? ആ നീഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാമോ?
കാര്യം പിയേഴ്സിംഗ് നീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കേജിൻ്റെ ഓരോ മെറ്റലിനും അതിൻ്റെ ഓരോ സൈസാണ്. സോ നമ്മൾ 14G മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 14G 16G 18 21 എന്നുള്ള 24 വരെയൊക്കെയുള്ള പിന്നെ നീഡിൽസാണ്. ഇതാണ് നീഡിൽസ്. അപ്പം ഈ നീഡിൽസിൽ അല്ല ഇതിങ്ങനെ സീൽഡ് നീഡിൽസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം സോ നമ്മൾ അത് ഓരോ ക്ലയൻറ്റിനും ഒരു നീഡിലാണ് നമ്മൾ ഒരു നീഡിൽ വെച്ച് ഒരുപാട് ക്ലയൻറ്റ് ചെയ്തില്ല. അതാണ് പിയേഴ്സിംഗ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഇയറിലാണെങ്കിലും ഒരു നീഡിൽ എടുക്കണം, ഇപ്പുറത്തെ നീഡിലാണെങ്കിൽ അടുത്ത നീഡിൽ എടുക്കണം. ഈ നീഡിൽ വെച്ചിട്ട് ഇപ്പുറത്തെ ഇയറിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം സോ ഗൺ ഷോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഗൺ ഷോട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. കിലോയിലുണ്ടാവാം, പ്രോപ്പറായിട്ട് അത് ഹീലാവാണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിയേഴ്സിംഗ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് ഒരു പ്രൊഫഷണലിനെ കൊണ്ട് തന്നെ പിയേഴ്സിംഗ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പം സോ നിങ്ങൾക്ക് പിയേഴ്സിംഗ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ തീർച്ചയായിട്ടും ടച്ച് ഓഫിങ്ങിനെ സമീപിക്കുക. പിയേഴ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടച്ച് ഓഫിങ്ങിനെ സമീപിക്കാം. അപ്പം ഓക്കെ, ബൈ, സി യു. ഹായ്, ഞാൻ റോക്കിയാണ്. ഇത് ടച്ച് ഓഫിങ്ങിൽ നിന്ന്. നിങ്ങളൊരു ബോഡി പിയേഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വോയിസ് നോട്ട് മുഴുവൻ കേൾക്കുക. ഞങ്ങൾ ബോഡി പിയേഴ്സിംഗ് ചെയ്യുന്നത് 100% പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്. ഞങ്ങൾ കാട്രേജ് നീഡിൽ പിയേഴ്സിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഓൾ ടൈപ്പ് ഇയർ പിയേഴ്സിംഗ് ചെയ്യും. അതുപോലെ തന്നെ ഓൾ ടൈപ്പ് നോസ് ചെയ്യും. അതുപോലെ ടങ് പിയേഴ്സിംഗ് ചെയ്യും, ബെല്ലി പിയേഴ്സിംഗ് ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നിങ്ങൾക്ക് പിയേഴ്സിംഗ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടച്ച് ഓഫിംഗ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അത് മാത്രമല്ല, നമ്മൾ ഇപ്പം നോർമലി ആൾക്കാർ ഈ ഗൺ ഷോട്ട് അതുപോലെയൊക്കെ തന്നെ ഉള്ള രീതിയിൽ പിയേഴ്സിംഗ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാര്യം ഗൺ ഷോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിലോയിഡ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ നമുക്ക് നെർവിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പിയേഴ്സിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ പിയേഴ്സിംഗ് ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ ഞങ്ങളുടെ അടുത്ത് ജ്വല്ലറീസ്, ഞങ്ങൾക്ക് എല്ലാ ടൈപ്പ് ജ്വല്ലറീസും അവൈലബിൾ ആണ്. ഞങ്ങളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതുപോലെ ടൈറ്റാനിയം, SGC സർട്ടിഫിക്കറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസാണ് ഞങ്ങളിലുള്ളത്. സോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ജ്വല്ലറി കൂടെ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പം സിൽവർ, ഗോൾഡ്, അതുപോലെ തന്നെ നമുക്ക് പ്ലാറ്റിനം അങ്ങനെയുള്ള മെറ്റൽസൊക്കെ കുറച്ച് ചൂടാണ്. അത് നമുക്ക് ബോഡിയിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഹീലാവത്തില്ല അങ്ങനെയുള്ള മെറ്റൽസ്. പക്ഷേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലും ടൈറ്റാനിയം മെറ്റൽസ് നല്ല തണുപ്പാണ് മെറ്റൽസ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഹീലാവും. ഹീലായതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ജ്വല്ലറി ഇടുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പിയേഴ്സിംഗ് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഷോപ്പിലുള്ള ജ്വല്ലറി ഇട്ട് പിയേഴ്സിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ പിയേഴ്സിംഗ് ചെയ്യുമ്പോഴത്തേക്കും ആ ജ്വല്ലറിയുടെ സൈസും നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഇയർ പിയേഴ്സിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ഇയറിൻ്റെ സൈസും ജ്വല്ലറിയുടെ സൈസൊക്കെ പ്രോപ്പറായിട്ട് നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം സെപ്റ്റം പിയേഴ്സിംഗ് ചെയ്യുന്ന ആൾക്കാർ നോർമലി സെപ്റ്റം പിയേഴ്സിംഗ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ചരിവ് കാണുന്നതായിരിക്കും. കാര്യം അത് പ്രോപ്പറായിട്ടുള്ള ആൾ ചെയ്തില്ലെങ്കിൽ സെപ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ചരിഞ്ഞ് തന്നെ നിൽക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് മാത്രമേ നിങ്ങൾ സെപ്റ്റം പിയേഴ്സിംഗ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. സോ പിന്നെ അതുപോലെ തന്നെ പിയേഴ്സിംഗ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും ടച്ച് ഓഫിംഗ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. ഞങ്ങൾ സർട്ടിഫിക്കറ്റഡ് ആയിട്ട് ബോഡി പിയേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ 10 ഡേയ്സിൻ്റെ കോഴ്സ് വിത്ത് സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ സ്റ്റുഡിയോ ട്രിവാൻഡ്രം ജവഹർ നഗറാണ്. ഇപ്പം പിയേഴ്സിങ്ങിന് നമ്മൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ ബോഡി പിയേഴ്സിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.